അങ്ങനെ അവസാനം വലിയ പ്രതീക്ഷയോടെ ആട് 3 കാണാൻ നമ്മളും പോയി കാഴ്ച. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഇതാണ്, ആടവിടെ അത് ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പാർപ്പിച്ചിട്ടുണ്ട്. ആടവിടെ പാപ്പാനെ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാനില്ല, ബാക്കി മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് സിനിമ തുടങ്ങുമ്പോഴുള്ള തിയേറ്ററിലെ ക്രൗഡിന്റെ ആ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. തിയേറ്ററൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോ ബാക്കി ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. സിനിമ തീർന്നപ്പോ ക്രൗഡിന്റെ അവസ്ഥ ഇതേ അല്ല. ഇനി നൈറ്റ് ഷോ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, കുറെ പേര് ഉറങ്ങിപ്പോയി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആട് 1, 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ലോജിക്ക് ഒന്നും ഇല്ലാതെ കാണാന്ന് വെച്ചാലും 2 ടൈം ട്രാവൽ ഒക്കെ ചെയ്തിട്ട് 2 കാലഘട്ടമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലെ കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിർബന്ധിച്ച് ചിരിപ്പിക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എനിക്ക് ടോട്ടലി ഈ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ 1നേക്കാളും 2നേക്കാളും സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യണുണ്ട്. പക്ഷേ നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് കുറെ പേര് പൈസ മുടക്കി ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെയൊക്കെ ഫോളോയും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടും കൂടെ കുറച്ച് നീതി പുലർത്തുന്ന രീതിയിലുള്ള റിവ്യൂ ഇടണം. അതായത് സിനിമ കണ്ടവർക്ക് അത് കാര്യം മനസ്സിലാവും. പിന്നെ ഇനി ഈ സിനിമയുടെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും എൻട്രി സൂപ്പർ ആയിരുന്നു. അവരുടെ എൻട്രിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതെല്ലാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫസ്റ്റ് സെക്കൻഡിൽ എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്. പക്ഷെ ആ ഒരു വീഡിയോ, പുതിയ ഒരു വീഡിയോസ് അല്ലേ വരണം അവരുടെ എൻട്രിയുടെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുമ്പോഴത്തേക്കും അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ മാത്രമേ ഉള്ളൂ, അതാണ് ഒരു വിഷയം. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആറ്റത്ത് ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണണ്ടെന്നല്ല പറയണത്. സിനിമ നിങ്ങൾക്ക് പോയി കാണാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതിപ്പോ സിനിമ കണ്ട ശേഷം എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ബാക്കിയപ്പോ നമുക്കെല്ലാം കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.